അല്ലാഹു ജല്ല ജലാലുവിന്റെ മഹത്തായ ഖുദ്റത്തിനെ മനസ്സിലാക്കി തരുന്ന ഒരു ചോദ്യം. അതുകൊണ്ടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിലാവുള്ള രാത്രിയിൽ സ്വഹാബിമാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടവരോട് ചോദിക്കുകയാണ്. അന്ന് പരിശുദ്ധമായ ആ രാവിൽ പൂനില ഉദിച്ചു നിൽക്കുകയാണ്, പൂർണ്ണചന്ദ്രൻ. നബി ചോദിച്ചു, ഹൽ തുളാറൂന ഫീ റുയത്തിൽ ഖമർ ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ഈ പൂർണ്ണചന്ദ്രനെ കാണാൻ സ്വഹാബികളെ, നിങ്ങൾ ആർക്കെങ്കിലും തിക്കും തുരക്കും കൂടേണ്ടതുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും മറയുണ്ടോ? ഇന്നാൾ മാറി നിൽക്കട്ടെ എന്നിട്ട് എനിക്കൊന്ന് കാണണം, അയാളൊന്ന് നീങ്ങട്ടെ, അയാളൊന്ന് ഇരിക്കട്ടെ എന്നിട്ട് എനിക്കൊന്ന് കാണണം, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല നബിയെ, ഞങ്ങൾ ഇങ്ങനെ നോക്കിയാ കാണുന്നില്ലേ, ഞങ്ങൾ ഓരോരുത്തർക്കും കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ടല്ലേ? എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. ഈ 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ ഒരു തിക്കും തിരക്കും കൂടാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ ഒരു തിരക്കും കൂടാതെ നാളെ മഹ്ശറയിൽ വെച്ച്, ആഖിറത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ റബ്ബ് നിങ്ങൾക്ക് കാണിച്ചു തരും. ആ കാഴ്ചയാണ് സ്വർഗലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അവിടുത്തെ ഹൂറികളോ, അവിടുത്തെ ഭക്ഷണമോ, അവിടുത്തെ സൂഖുൽ ജുമുഅയോ ഒന്നുമല്ല. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാഹുവിനെ കാണലാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം.